₹20 കുറവിൽ പെട്രോൾ കിട്ടും. പക്ഷേ ഇതിലൊരു നെഗറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. E85 എന്ന പുതിയൊരു പെട്രോളിന്റെ വകഭേദം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് 85% മുകളിൽ എഥനോൾ മിക്സ് വരുന്ന പെട്രോളാണ് E85 പെട്രോൾ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്നത് E20, അതായത് 20% എഥനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. E85 എന്ന് പറയുന്നതിൽ 85% എഥനോൾ ആണ്, മാത്രമാണ് പെട്രോളിയം കോമ്പണൻസ് വരുന്നത്. സോ ഇത് ₹20 അടുത്ത് പെട്രോളിന്റെ വില കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. ദെൻ ഇതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കണമെങ്കിൽ ഒന്ന് ഒബ്വിയസ്ലി നമ്മുടെ പെട്രോളിന്റെ കോസ്റ്റ് കുറയ്ക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പെട്രോളിയം ഡിപ്പെൻഡൻസി കുറയും. നമുക്ക് എന്താണ് എഥനോൾ എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. എഥനോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കരിമ്പ് അല്ലെങ്കിൽ ചോളം പോലത്തെ ഐറ്റംസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് എഥനോൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ടുള്ള പ്രകൃതിക്ക് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് 1 ലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ വളരെയധികം വെള്ളത്തിന്റെയും അതേപോലെ തന്നെ മറ്റു സോഴ്സുകളുടെയും യൂസേജ് വേണ്ടി വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് വണ്ടികൾക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ആണ്. 100% പെട്രോൾ ഓടുന്ന ഒരു വണ്ടി 85% എഥനോൾ മിക്സ് ഉള്ള പെട്രോൾ ഓടുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന E20 തന്നെ പല വണ്ടികൾക്കും കോമ്പാറ്റബിൾ ആയിട്ട് വരുന്നതല്ല. മൂന്നാമത്തെ കാര്യം, ഇതിൽ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കലി ഉള്ള ഒരു പ്രശ്നം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയുടെ മകൻ എഥനോൾ കമ്പനിയാണ് നടത്തുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് വളരെ അഗ്രസീവ് ആയിട്ട് എഥനോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസികളും അല്ലെങ്കിൽ എഥനോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂവ്മെന്റ്സും ആയിട്ട് പോകുന്നത് എന്നാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക.